സംസ്ഥാനത്തെ ഇന്ന് അതിതീവ്ര മഴ. 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് തുടരും. ഫിഞ്ചാൽ ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായാണ് കേരളത്തിൽ വ്യാപകമായ മഴ തുടരുന്നത്. മഴ കനത്ത സാഹചര്യത്തിൽ വയനാട്, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. എറണാകുളത്ത് ഖനന പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. കോട്ടയം ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിൽ രാത്രിയാത്ര നിരോധിച്ചു. കോട്ടയത്ത് വിനോദസഞ്ചാര മേഖലകളിൽ വിലക്ക് ഏർപ്പെടുത്തി. മലവെള്ളപ്പാച്ചിലിനും പ്രളയ സാഹചര്യവും കണക്കിലെടുത്ത് അതീവ ജാഗ്രത പാലിക്കണമെന്ന മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനും നിർദ്ദേശം നൽകി. കേരള, കർണാടക, തമിഴ്നാട് തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ്. എല്ലാ ജില്ലകളിലും താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകൾ സജ്ജമാണ്. കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷംസീറും കോട്ടയത്ത് നിന്ന് ജോസി ബാബുവും ചേരുന്നുണ്ട്. ഷംസീർ, കോഴിക്കോട് എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടോ? നിലവിൽ മഴയുടെ സ്ഥിതി എന്താണ്? രേഷ്മ, കോഴിക്കോട് ജില്ലയിലും നേരത്തെ രേഷ്മ സൂചിപ്പിച്ച പോലെ തന്നെ റെഡ് അലേർട്ടാണ് നിലവിൽ. പക്ഷേ സ്ഥിതി ശാന്തമാണ് എന്നാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. മലയോര മേഖലയിൽ ഉൾപ്പെടെ ഇപ്പോൾ മഴ പെയ്യുന്നില്ല. എന്നാൽ അർദ്ധരാത്രി ജില്ലയുടെ പലയിടങ്ങളിലും ശക്തമായ മഴയുണ്ടായിരുന്നു. മലയോര മേഖലയിൽ സ്ഥിതി ശാന്തമാണ് എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കാരണം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. ശക്തമായ മഴ എന്ന് പറയുമ്പോൾ ചെറിയ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നതായിരുന്നു മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ജില്ലയിൽ ഒരുക്കിയിട്ടു കൂടിയുണ്ട്. താലൂക്ക് അടിസ്ഥാനത്തിലൊക്കെ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്, എല്ലാം സജ്ജമാണ്. എന്നാൽ സ്ഥിതി ശാന്തമാണ് എന്നാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അതേസമയം തന്നെ മലയോര മേഖലയിലുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന പ്രത്യേക മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകുന്നു കൂടിയുണ്ട്. കാരണം മലയിടിച്ചിൽ സാധ്യതയുള്ളത് കൊണ്ടും മലവെള്ളപ്പാച്ചിലിന് സാധ്യതയുള്ളത് കൊണ്ടും ഒക്കെ തന്നെ അവിടെയുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൂടി ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. മത്സ്യബന്ധനത്തിനും വിലക്ക് തുടരുകയാണ്. ബാലുശ്ശേരി മേഖലയിൽ ഇപ്പോൾ ഈ സമയത്ത് മഴയുണ്ട് എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജില്ലയിൽ മറ്റിടങ്ങളിൽ നിന്ന് ഇപ്പോൾ മഴയുടെ വിവരങ്ങൾ, മഴ പെയ്യുന്നതായുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല. ശരി ഷംസീർ, കോഴിക്കോട് വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ള വിവരമാണ് മുഹമ്മദ് ഷംസീർ റിപ്പോർട്ട് ചെയ്യുന്നത്. കോട്ടയത്ത് നിന്ന് ജോസി ബാബു കൂടി ചേരുകയാണ്. ജോസി, ഇന്നലെ മലയോര മേഖലയിലടക്കം ശക്തമായ മഴയുണ്ടായിരുന്നു. ഇന്ന് എന്താണ് സ്ഥിതി? രേഷ്മ, കഴിഞ്ഞ 12 മണിക്കൂറായി മഴയ്ക്ക് ശമനമുണ്ട് എന്നാണ് ജില്ലാ കൺട്രോൾ റൂമിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ മണിക്കൂറുകളിൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ പലയിടത്തും ഇടവിട്ട് മഴ ഇപ്പോഴും തുടരുകയാണ്. മഴയുടെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കാണ് അവധി. അതോടൊപ്പം തന്നെ ഖനന പ്രവർത്തനങ്ങൾക്ക് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, മലയോര മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സഞ്ചാരികൾക്ക് ഈ ഡിസംബർ 4 വരെയാണ് വിലക്ക് തുടരുക. എന്തായാലും ജില്ലയിൽ ശക്തമായ മഴയാണ് ഇന്നലെ ലഭിച്ചത്. അതിന്റെ പശ്ചാത്തലത്തിൽ പലയിടത്തും മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ റോഡുകൾ കരകവിഞ്ഞ് പലയിട വീടുകളിലും വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ക്യാമ്പുകളൊന്നും തുറന്നിട്ടില്ല എന്നതാണ് ജില്ലാ കൺട്രോൾ റൂമിൽ നിന്നും അറിയാൻ കഴിയുന്നത്. മലയോര മേഖലയിലടക്കം കഴിഞ്ഞ മണിക്കൂറുകളിൽ മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇടവിട്ടിപ്പോഴും മഴ ശക്തമായി കോട്ടയം ജില്ലയിലെ പലയിടത്തും ലഭിക്കുന്നുള്ളൂ എന്നതാണ് ഈ മണിക്കൂറിൽ നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്ന വിവരം. ശരി, ജോസി ബാബുവാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.